ഏകീകൃതമായിട്ടുള്ള ഒരു സംസ്കാരത്തിനും ഒരു ഭരണക്രമത്തിനും 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളെ പ്രദർശിപ്പിക്കാനോ പ്രതിഫലിപ്പിക്കാനോ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാത്തവർക്ക് ഈ പറയുന്ന ഫാഷിസത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ ഞരമ്പ് രോഗികളായിട്ട് തുടങ്ങി. ഈ ഞരമ്പ് രോഗം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വരികയാണ്. സാർത്രേ എന്ന് പറയുന്ന ലോകത്തെ വിസ്മയിപ്പിച്ച ചിന്തകനുണ്ട്, ജീൻ പോൾ സാർത്രേ. അദ്ദേഹം ഈ ഭൂമിയിലെ പെറുക്കികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അൾജീരിയൻ വിപ്ലവത്തിൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഫ്രാൻസ് ഫാനൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്. 1920കളിലാണ് അത് എഴുതുന്നത്. അതിന് ആമുഖം എഴുതിയത് സാർത്രേ എന്ന് പറയുന്ന ചിന്തകനായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സെൻറ്റൻസ് ഇതാണ്: ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി. അതിൽ എഴുതിയിരിക്കുകയാണ്, ഫ്രാൻസ് വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് വി ഷാൽ ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. ഫ്രാൻസ് ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, അതൊരു ഞരമ്പ് രോഗത്തിൻ്റെ പേരാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാനിവിടെ അത് മാറ്റി പറയുകയാണ്. ഇന്ത്യ വാസ് ദി നെയിം ഓഫ് എ കൺട്രി, ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ദി നെയിം ഓഫ് എ നെർവസ് ഡിസീസ്. പക്ഷേ അത് ഒരു ഞരമ്പ് രോഗത്തിൻ്റെ പേരായി മാറിയിരിക്കുന്നു. ഒരു ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്നത് അതിസുന്ദരമായിരുന്നു, എല്ലാവരെയും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് സിയാവുൽ ഇസ്ലാമിൻ്റെ കഴിഞ്ഞ ബീയിങ് എ മുസ്ലിം ഇൻ മോദീസ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി, 13 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ പ്രാതിനിധ്യമില്ലാതെയാണ് ഭരിക്കുന്നത്. അവരൊരു കാൻഡിഡേറ്റിനെ പോലെ, ആകെ ഒരു കാൻഡിഡേറ്റിനാണ് ഈ ഇലക്ഷന് മുമ്പ് മത്സരിച്ചത്, നമ്മുടെ സലാമായിരുന്നു, പഴയ VC. അപ്പം നോക്കൂ, എങ്ങനെ പറ്റുന്നു ഒരു പാർട്ടിക്ക്? ഇന്ത്യൻ ജനാധിപത്യം എത്തിപ്പെട്ട ഏറ്റവും അതിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുസ്ലിം എന്ന വാക്ക് ഉച്ചരിക്കാൻ ധൈര്യപ്പെട്ടിട്ടുള്ള 3 പാർട്ടികളെ ഇന്ത്യയിലുള്ളൂ. കോൺഗ്രസ് ഒന്നും മുസ്ലിം എന്ന് പറയുന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും DMK, ഈ 3 പാർട്ടികളെ. ഇപ്പം നമ്മുടെ ബഹുസ്വരത എവിടെ എത്തി എന്നുള്ളതാണ്. അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു MLA ഇല്ല, ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു MP ഇല്ല, ഒരു MP-യെ മത്സരിപ്പിക്കാൻ പോലും തയ്യാറല്ല. അതിന് തന്നെ ചൂട് പിടിച്ചുകൊണ്ട് രാജ്യത്തെ പ്രമുഖ സെക്കുലർ പാർട്ടികളൊന്നും തന്നെ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. മുസ്ലിം പ്രശ്നം ഇലക്ഷൻ കാലത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് സച്ചിദാനന്ദ മാഷാണ് തോന്നുന്നത്. കുറച്ച് ഈ 2020 ജൂലൈ 5 ഓഗസ്റ്റ് 5-നാണല്ലേ നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടന്നത് അല്ലേ? നമ്മുടെ രാമക്ഷേത്രം ഒരു സെക്കുലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ സച്ചിദാനന്ദ മാഷ് എഴുതി, നാം ഭാരതത്തിലെ പ്രജകളായി മാറിയിരിക്കുന്നു, ഇന്ത്യ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, മരിച്ചവരോടിപ്പോൾ അസൂയ തോന്നുന്നു. ആ മരിച്ചവരോട് അസൂയ തോന്നുന്ന രീതിയിൽ ഇന്ത്യയുടെ വർത്തമാനാവസ്ഥ മാറുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ബഹുത്വമായിരുന്നു ഇന്ത്യ എന്ന ആശയം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരല്ല, അതൊരാശയത്തിൻ്റെ പേരാണ്.